കൊടുത്ത് നോക്കട്ടെ എന്താ പറയുന്നത്. പോയതാണ് ഒളിപ്പിച്ച് വെക്കാൻ പോയതാ. ഹലോ, വെൽക്കം ടു മൈ ചാനൽ ഹാപ്പി വിത്ത് ആഷ്. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ ചെറിയൊരു വ്ലോഗാണ്. കുഞ്ഞിയുടെ ബർത്ത്ഡേ ആണ് 26-ാം തീയതി. അപ്പൊ അവന്റെ ബർത്ത്ഡേക്ക് ഡെക്കറേറ്റ് ചെയ്യാനുള്ള കുറച്ച് ഐറ്റംസ് ഒക്കെ പർച്ചേസ് ചെയ്യാൻ വേണ്ടിട്ട് പോവാണ്. അപ്പൊ ലിഫ്റ്റിലാണ് കേട്ടോ, പെട്ടെന്ന് വീഡിയോ എടുക്കാൻ വിചാരിച്ചു, അങ്ങനെ എടുത്താണ്. അപ്പൊ അവിടെ ചെന്നിട്ട് കാണാം. അങ്ങനെ നമ്മൾ യൂബർ ബുക്ക് ചെയ്യാണ് കേട്ടോ. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ഒരു 7 മണി കഴിഞ്ഞിട്ടാണ് കേട്ടോ. കാരണം ആൾ ഓഫീസിൽ നിന്ന് വന്നിട്ട് ഒരു 2 മണിക്കൂർ കിടന്നുറങ്ങി. അത് കഴിഞ്ഞ് എണീറ്റിട്ട് എന്നിട്ട് ഞങ്ങൾ പോണത്. പിന്നെ ഇവിടെ നൈറ്റും എല്ലാ ഷോപ്പുകളും ഓപ്പൺ ആയതുകൊണ്ട് എപ്പോൾ ചെന്നാലും നമുക്ക് സാധനം മേടിച്ചിട്ട് വരാം, അതുകൊണ്ട് കുഴപ്പമില്ല. അങ്ങനെ നമ്മുടെ യൂബറൊക്കെ എത്തി. നമ്മൾ കൂടുതലും യൂബർ വിളിക്കുകയാണ് കേട്ടോ ചെയ്യാറുള്ളത്. യൂബർ അല്ലെങ്കിൽ മെട്രോയിൽ പോവും. ഇനി ഇതാണ് നമ്മുടെ മെട്രോ സ്റ്റേഷൻ കേട്ടോ. അപ്പം മെട്രോയിൽ അല്ലെങ്കിൽ യൂബർ. ഇനി അതും അല്ലെന്നുണ്ടെങ്കിൽ ഒത്തിരി ലോങ്ങൊക്കെ ആണെങ്കിൽ നമ്മൾ മെട്രോയിൽ പോകും. ഇനി നടന്നു പോകാനുള്ള ദൂരമൊക്കെ ആണെങ്കിൽ ഞങ്ങൾ നടന്നും പോകാറുണ്ട് കേട്ടോ. നമ്മുടെ സൂക്കിലേക്കൊക്കെ നമ്മൾ നടന്നു തന്നെ പോകാറുള്ളൂ. അതുപോലെ അടുത്തടുത്ത് പാർക്കുകളൊക്കെ ഉണ്ട്, അവിടെയൊക്കെ നടന്നു പോകും കേട്ടോ. നമ്മൾ വീട്ടിൽ തന്നെ ഇരിക്കുന്നവരല്ലേ, അപ്പം ഇടയ്ക്കൊക്കെ ഒന്ന് നടക്കണ്ടേ അല്ലേ. ഞങ്ങളെന്നല്ല കേട്ടോ, ആള് പോകുന്നുണ്ട്, ഞാൻ. അങ്ങനെ തൊട്ടടുത്ത് തന്നെയാണ് മത്താർക്കദീമിലേക്കാണ് കേട്ടോ പോണത്. അവിടെ ചെന്നിട്ട് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് കുറച്ച് ഡെക്കറേറ്റ് ചെയ്യാനുള്ള ഐറ്റംസ് മാത്രം മേടിക്കാം. പിന്നെ പിറ്റത്തെ ദിവസം കേക്കും അങ്ങനെയുള്ള ഐറ്റംസ് മേടിക്കാന്നാണ് കേട്ടോ. അപ്പോൾ അവിടെ ഞങ്ങൾ ചെന്നു. അങ്ങനെ ചെന്നിട്ട് ഓരോരോ ഐറ്റംസ് ഒക്കെ തപ്പിപ്പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ. അപ്പം ഞാൻ മേടിച്ചതിൽ പകുതിയും ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്നും നമുക്ക് യൂസ് ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ കണ്ടപ്പം അത് അവിടെ ചെയ്യാം ഇവിടെ ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിട്ട് ഓരോന്നൊക്കെ എടുത്തു കേട്ടോ. നമ്മൾ വേറെ ഗസ്റ്റുകളെ ഒന്നും വിളിച്ചിട്ടൊന്നുമില്ല. പിന്നെ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട്സിന് ഓഫീസിലേക്ക് സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ കൊണ്ടുപോവാം, അങ്ങനെയാണ് കേട്ടോ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ 3 പേര് മാത്രമുള്ള ഒരു ബർത്ത്ഡേ. നമ്മുടെ നാട്ടിലെ എല്ലാവരെയും കോൺഫറൻസ് വിളിച്ചിട്ട് വെക്കാം. പിന്നെ വേറെ ഫ്രണ്ട്സ് അങ്ങനെയൊന്നും ഞങ്ങൾ വിളിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ കുഞ്ഞിയുടെ 3rd ബർത്ത്ഡേക്കുള്ള ഐറ്റംസൊക്കെ നമ്മൾ ഇങ്ങനെ പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്താ കുഞ്ഞ് ഓപ്ഷൻസ് കൊടുക്കുന്നപ്പോൾ പ്രശ്നം ഏതെടുക്കണേന്ന് ഇതെടുക്കട്ടെ, ഇത് വേണ്ടേ? ഇത് ഒരെണ്ണം വേണോ 2 വേണോ? 2 വേണോ? 2 എടുത്തോ. ഇതില്ലാതെ ഉണ്ടല്ലേ, 2 പൊട്ടിക്കണോ? 1 പൊട്ടിക്കണ്ടതൊക്കെ. ഞങ്ങൾ 3 കൂടി പുറത്തിറങ്ങിയാലുണ്ടല്ലോ, എന്തെങ്കിലും ഒരു സാധനം മേടിക്കാൻ ഏതെങ്കിലും ഒരു ഷോപ്പിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലാവശ്യമുള്ളത് ഇല്ലാത്ത സാധനങ്ങളൊക്കെ ഞങ്ങൾ പോയി തപ്പൂട്ടോ. ഇതിപ്പം കിഡ്സിൻ്റെ ഏരിയയിൽ, അതായത് സ്റ്റുഡൻസിൻ്റെ ഏരിയയിൽ വന്നിട്ട് ചുമ്മാ ഇങ്ങനെ നിന്നിട്ട് ഓരോന്ന് നോക്കുവാണേ. ഇത് നോക്കേണ്ട ഒരാവശ്യമില്ല നമുക്ക്, അതുകൊണ്ട് ഒരു കാര്യമില്ല. എന്നാലും അതൊക്കെ നോക്കും. ചിലപ്പോൾ പോയതാ, എവിടെ പോയതാന്ന് ഒളിപ്പിച്ച് വയ്ക്കാൻ പോയതാ. ഞങ്ങൾ കുറച്ച് സാധനങ്ങൾ മേടിച്ച് കഴിഞ്ഞപ്പം ഞങ്ങൾക്ക് എല്ലാ സാധനങ്ങളും ഇവിടെ നിന്ന് കിട്ടിയില്ല. അതുകൊണ്ട് തൊട്ടപ്പുറത്തെ ഷോപ്പിൽ പോകാൻ വേണ്ടി നമ്മുടെ ട്രോളി ഒളിപ്പിച്ച് വെച്ചിട്ട് വന്നിരിക്കുകയാണ്. ഇവിടുന്ന് അതിസാഹസികമായി അപ്പുറത്തെ ഷോപ്പിൽ പോയി തപ്പിയിട്ട് വരും. എന്താ 2 കൂടി തപ്പണേ? ഇതാണോ കേക്കിന് പകരം? ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ഐറ്റംസ് എടുക്കാൻ വന്ന ഞങ്ങളാണ് ഇപ്പം നിൽക്കുന്ന സ്ഥലം കണ്ടോ. ഇവനെയും കൊണ്ട് ഞങ്ങൾ പുറത്ത് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പിന്നെ എന്തെങ്കിലും ഇതുപോലെ മേടിക്കാണ്ട് അവൻ വീട്ടിലേക്ക് കയറാൻ സമ്മതിക്കില്ല. വാശിയെന്ന് പറഞ്ഞാൽ അതുപോലെ വാശിയാണ്. ചില പ്രാവശ്യം ഞങ്ങൾ സമ്മതിക്കത്തൊന്നുമില്ല. ഇന്നിപ്പം ആൾ ഞങ്ങളെ കൊണ്ട് ഒന്നും മേടിക്കാൻ സമ്മതിക്കണില്ല. അവൻ വണ്ടി എടുക്കാണ്ട് ഇവിടുന്ന് അങ്ങോട്ട് വേറെ എവിടേക്കും മാറാൻ സമ്മതിക്കുന്നില്ല. അങ്ങനെ ഇപ്പോൾ അവൻ്റെ പിന്നാലെ ഞങ്ങൾ തെക്ക് വടക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇത് കൊണ്ടേ കൊടുത്ത് നോക്കട്ടെ എന്താ പറയുന്നത്. ഇതാണോ വേണ്ടേ? ഇങ്ങനത്തെ വണ്ടിയുടെ ഒരു 5-6 സെറ്റ് വീട്ടിൽ കിടപ്പുണ്ട്. എന്നാലും ഇത് തന്നെ എടുത്തിട്ടില്ല.
നമ്മൾ നമ്മുടെ പർച്ചേസൊക്കെ കഴിഞ്ഞ് കുഞ്ഞി ഇതേ ടോയൊക്കെ മേടിച്ചിട്ട് യൂബർ വീണ്ടും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ പൊന്നെ, ഇവിടെ ആണെങ്കിൽ ഭയങ്കര ബ്ലോക്കാണ്. എന്നിട്ട് ഞങ്ങളിങ്ങനെ പുറത്ത് ഈ ചൂടൊക്കെ കൊണ്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുക. ഇനി എപ്പോൾ വരുമോ എന്തോ. അങ്ങനെ ഞങ്ങൾ പോയി വന്നു ഗൈസ്. എങ്ങനെയുണ്ടായിരുന്നു? നല്ല രസമായിരുന്നു. അവിടെ ചെന്ന് സാധനങ്ങളൊക്കെ ബർത്ത്ഡേക്ക് ഡെക്കറേറ്റ് ചെയ്യാനുള്ള സാധനം മേടിക്കാൻ പോയി. ഞങ്ങളിപ്പോൾ അവൻ്റെ ടോയൊക്കെ മേടിച്ചിട്ട് തിരിച്ചു വന്നിരിക്കുകയാണ് ഗൈസ്. സ്ഥിരം അങ്ങനെയാണ്. പുറത്ത് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പറയണ്ട, ടോയ്സ് ഇല്ലാണ്ട് അവൻ വീട്ടിൽ കയറത്തില്ല. ഒരു സാധനം മേടിക്കാൻ സമ്മതിക്കണ്ടേ. അങ്ങനെ ഞങ്ങൾ സാധനങ്ങൾ മേടിച്ചു. ഇനി കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട്, അതൊക്കെ മേടിക്കണം. പിന്നെന്താ, അപ്പം അത്രയേ ഉള്ളൂ. ഗുഡ് നൈറ്റ്, ബൈ.